അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വളരെ വേണ്ടപ്പെട്ട മുഹബ്ബീങ്ങളെ, ഒരുപാട് വിഷയങ്ങൾ ദുആയിൽ പ്രത്യേകം ഞങ്ങൾ ഓർക്കണം, ചേർക്കണം ഉസ്താദെ എന്ന് പറഞ്ഞിട്ടുണ്ട്. കമന്റ് ഒരുപാട് 1000-ൽ പരം കമന്റുകളാണ് ഇന്നലത്തെ നമ്മുടെ ക്ലാസ്സിൽ. അൽഹംദുലില്ലാഹ്, എന്തെല്ലാം ഉദ്ദേശങ്ങൾ കമന്റിൽ ആരെല്ലാം പറഞ്ഞിട്ടുണ്ട്. റഹ്മാനായ റബ്ബേ, നിന്റെ റഹ്മത്തിന്റെ പത്തിലെ അവസാനത്തെ ഈ മണിക്കൂറുകളുടെ നിമിഷങ്ങളുടെ ബറക്കത്ത് കൊണ്ട് എല്ലാവരുടെ മുറാദും ഹാസ്വിലാക്കണേ അല്ലാഹ്. എല്ലാവരുടെ പ്രയാസവും നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. നോമ്പും തറാവിയഹും ഞങ്ങളുടെ എല്ലാ സൽക്കർമ്മങ്ങളും കബൂലാക്കണേ റബ്ബേ. റമദാനിന്റെ ശഫാഅത്ത് കൊണ്ട് സ്വർഗം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കമന്റും ലൈക്കൊക്കെ വലിയ സന്തോഷമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ പുതിയ ഒരുപാട് മുഅ്മിനീങ്ങൾ കയറി വന്നിട്ടുണ്ട്. എല്ലാം വലിയ സന്തോഷം. അല്ലാഹു നിലനിർത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധമായ റമദാൻ 10 ലോക ചരിത്രത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ദിവസമാണ് റമദാൻ 10. അതായത് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജീവിതത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന, താങ്ങും തണലുമായി കയറി വന്ന മഹദിയായ അവിടുത്തെ ഭാര്യമാരിൽ പ്രമുഖയായ മഹദിയാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ. ആ ഖദീജ ബീവിയെ കുറിച്ച് 2 വാക്ക് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ സംസാരിച്ചില്ലെങ്കിൽ ഏറ്റവും വലിയ മര്യാദകേടായി പോകും. കാരണം അവിടത്തെ കുറിച്ച് പറയൽ കൊണ്ടും പഠിക്കൽ കൊണ്ടും സ്വർഗം നേടാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഉമ്മത്താണ് നമ്മൾ. കാരണം അത്ര വലിയ മഹദിയാണ്. പറഞ്ഞാൽ തീരുമില്ല, 10 മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റുന്നതല്ല. എങ്കിലും ഞാൻ വളരെ ഷോർട്ടാക്കിയിട്ട് അതിൻ്റെ കാതലായ ഭാഗം മാത്രം എടുക്കുകയാണ്. ആരാണ് ഖദീജ ഉമ്മ എന്നറിയാൻ വേണ്ടി ചെറിയൊരു ചിത്രം കാണിക്കാം. അൽഹംദുലില്ലാഹ്, പ്രിയപ്പെട്ടവർ, സൂചിപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്നാമതായി ഫസ്റ്റ് വൺ കടന്നു വന്ന മഹിളാ രത്നമാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 25 വയസ്സ് പ്രായമുള്ളപ്പോൾ നബിതങ്ങളെക്കാൾ 10-15 വയസ്സ് പ്രായം കൂടുതലുള്ള ആദ്യത്തെ അവിടുത്തെ വിവാഹ ജീവിതം അങ്ങനെയാണ്. അതിന്റെ പശ്ചാത്തലങ്ങൾ എമ്പാടുമാണ്. അത് ഡീപ്പായിട്ട് ചരിത്രത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയില്ല. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞു കണ്ടു കൊടുത്ത പക്വതയും പാകതയും ധൈര്യവും എല്ലാവിധ സപ്പോർട്ടും അവിടുത്തെ ജീവിതത്തിൽ അല്ലാഹു സമ്മാനിച്ച മഹദി അവറുകളാണ് ഖദീജ ഉമ്മ റളിയല്ലാഹു തആല അൻഹ. ഖദീജ ഉമ്മയുടെ മഹത്വം പറയുമ്പോൾ ഫസ്റ്റ് വൺ പറയേണ്ടത്, ആദ്യമായി ലോക ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ, ലൈഫിൽ, ലോക ചരിത്രത്തിൽ ആദ്യം മുസ്ലിമത്തായത് മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹയാണ്. ചരിത്രം നമുക്ക് അറിയാലോ. തിങ്കളാഴ്ച വഹി വന്നു പ്രഭാതത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹിറാ പർവ്വതത്തിൽ വെച്ച് തിങ്കളാഴ്ച നുബുവത്ത് കിട്ടി. ആ തിങ്കളാഴ്ച തന്നെ മുസ്ലിമായി. പിന്നെയാണ് അബൂബക്കർ തങ്ങളൊക്കെ മുസ്ലിമാകുന്നത് റളിയല്ലാഹു അൻഹു. ആദ്യത്തെ മുസ്ലിം വനിത, ആദ്യത്തെ മുസ്ലിമത്തായ സഹോദരി, അതാണ് ഖദീജ ഉമ്മ റളിയല്ലാഹു തആല അൻഹ. അത് ലൈവായിട്ട് ആ വഹയിന്റെ എഫക്റ്റ് ഒക്കെ കാണുകയല്ലേ. അതായത് വഹയി വരുന്നതിന് മുമ്പ് തന്നെ, 5 കൊല്ലം മുമ്പ് തന്നെ ഇങ്ങനെയൊരു ദിവ്യത്വം അല്ലെങ്കിൽ ഇങ്ങനെയൊരു അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. ജീവിതത്തിന്റെ സായും സന്ധികളിലെല്ലാം അനുഭവിച്ചറിഞ്ഞതാണ് അവിടുത്തെ സ്വഭാവം, പെരുമാറ്റം, അവിടുത്തെ പ്രത്യേകമായ അത്ഭുതങ്ങൾ. ഇതെല്ലാം ലൈവായിട്ട് കണ്ടതാണ്. അറിയായിരുന്നു എപ്പോഴായാലും ഉണ്ടാകുമെന്ന്. അങ്ങനെ ഉണ്ടായി. അപ്പൊ ആദ്യം മുസ്ലിമത്തായ വലിയ സൗഭാഗ്യം കിട്ടി. അതേപോലെ അള്ളാഹു സലാം പറഞ്ഞിരിക്കുന്നു എന്ന് പുണ്യ റസൂൽ പറയുന്നുണ്ട് ഖദീജ ഉമ്മയോട്. നന്നായിട്ട് ആലോചിക്കണം. അള്ളാഹു സലാം പറഞ്ഞു, ജിബ്രീൽ സ്വല്ലല്ലാഹു വസ്സലാം സലാം പറഞ്ഞു. സ്വർഗീയ സ്ത്രീകളുടെ ലീഡർഷിപ്പ് അള്ളാഹു കൊടുക്കുന്ന 4 വനിതകൾക്കാണ്. അതിൽ വലിയ പ്രമുഖ വനിതയാണ്, മഹിളാ രത്നമാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ. വഫാത്തിന് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാതെ അതേപോലെ മറ്റൊരു ആളെ കുറിച്ച് നബി തങ്ങൾ മദ്ഹ് പറഞ്ഞിട്ടില്ല. അത്രയേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തിന് ശേഷം എമ്പാടും പറയുന്നു ഖദീജ ഉമ്മയെ കുറിച്ച്. ആടിനെ അറുത്തുകൊണ്ട് ഖദീജ ഉമ്മയുടെ കൂട്ടുകാരികൾക്ക് ദാനം ചെയ്യുമായിരുന്നു, സദഖ കൊടുക്കുമായിരുന്നു. അവിടത്തിന്റെ ഓർമ്മയിൽ ഡെയിലി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ഉമ്മയെ കുറിച്ച് 2 വാക്ക് പറയാതെ പോകില്ല. ഒരു ദിവസം ആയിഷ ഉമ്മ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, ഈ ഓൾഡ് ഏജുകാരിയായ പ്രായം ചെന്ന് പല്ലെല്ലാം പൊഴിഞ്ഞു പോയ വലിയ പ്രായാധിക്യമുള്ള ഖദീജ ഉമ്മയുടെ ചരിത്രം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നബിയെ. നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരികളായ ഞങ്ങളില്ലേ അങ്ങയുടെ കൂടെ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? ഖദീജ ഉമ്മയെപ്പോലെ ഒരാളെ എനിക്ക് അള്ളാഹു പകരം തന്നിട്ടില്ല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
നിങ്ങൾ 9 ഭാര്യമാരും സഹധർമ്മികളും എൻ്റെ കൂടെ നിന്നാലും ഖദീജക്ക് പകരമാകില്ല. കാരണം അത്രയേറെ സ്നേഹവും അത്രയേറെ ലാളനയും അത്രയേറെ സപ്പോർട്ടും, കട്ട സപ്പോർട്ടുമായി എല്ലാവരും കൈയൊഴിഞ്ഞപ്പോ, എല്ലാവരും എന്നെ നിഷേധിച്ചപ്പോ, എല്ലാവരും ആക്ഷേപിച്ചപ്പോ, ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോ എൻ്റെ കൂടെ കട്ട സപ്പോർട്ടുമായി നിന്ന മഹദിയാണ് ഖദീജ ഉമ്മ റളിയല്ലാഹു തആല അൻഹ എന്ന് മറുപടി പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഭവങ്ങൾ പറയുന്ന ഭാഗത്ത് സിമിലൂനി യാ ഖദീജ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് വഹീന്റെ എക്സ്പീരിയൻസ് വന്നപ്പോ പിന്നെ അതിൽ ഭയപ്പാട്, പഠിച്ചോനെ എന്താണ് സംഭവം അറിയില്ല, ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് വന്നുകൊണ്ട് പുതപ്പിട്ട് മൂടിക്കൊടുക്കുന്നുണ്ട് ഖദീജ ഉമ്മ. എന്നിട്ട് ഖദീജ ഉമ്മയോട് പറയുന്ന വാക്കാണ് വളരെ ഹൈലൈറ്റ് ചെയ്യേണ്ടത്, സമ്മിലൂനി യാ ഖദീജ. അതായത് കുറെ ചെറുപ്പക്കാരായ കുറെ പുരുഷന്മാരോട് പറയേണ്ട വാക്കാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറയുന്നത്. സമ്മിലീനി എന്നല്ല, ഒരു വനിതയോട് പറയുന്നത് പോലെയല്ല, പിന്നെ ഒരുപാട് പുരുഷന്മാരോട് പറയുന്ന ഒരു പദമാണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇമാമുകൾ വ്യാഖ്യാനിക്കുന്നുണ്ട്, അത്രയേറെ ധൈര്യമുള്ള, അത്രയേറെ തന്റെ ഇടമുള്ള, അത്രയേറെ കരുത്തുള്ള ഒരു പെണ്ണാണ് മഹദിയായ ഖദീജ റളിയല്ലാഹു തആല. മാ അബ്ദലനി അല്ലാഹു ഖൈറൻ മിൻഹാ, എനിക്ക് ഖദീജ ഉമ്മയേക്കാൾ ഖൈറായ ഒരാളെ പകരം തന്നിട്ടില്ല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. അങ്ങനെ അവിടുത്തെ 25 വർഷക്കാലമാണ് കൂടെ. ആ സമയത്ത് മറ്റൊരു ഭാര്യമാരും കൂടെ ഇല്ല. വേറൊരു ഒരു മാരേജിനെ കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലൈഫിൽ ചർച്ചയില്ല. ഖദീജ ഉമ്മ ഉണ്ടാകുമ്പോൾ അവിടുത്തെ വഫാത്തിന് ശേഷമാണ്. 65-ാമത്തെ വയസ്സിൽ AD 619 നവംബർ 22-ാം തീയതിയാണ് ഖദീജ ഉമ്മ, 65ഓളം വയസ്സുണ്ട് ചരിത്രത്തിൽ, അവിടെയാണ് വഫാത്ത് വരുന്നത്. ആ വഫാത്തിന്റെ വേളയിൽ പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനസികമായിട്ട് വല്ലാതെ പൊട്ടിത്തകർന്നു പോയൊരു രംഗമാണ്. വല്ലാത്ത നൊമ്പരത്തിന്റെ പടപ്പാട്ട് പാടിയ രംഗമാണ്. ഖദീജ ഉമ്മയുടെ ജനാസയുടെ അവിടുത്തെ മുട്ടിന്റെ ഭാഗത്ത് വന്ന് മുട്ടുകുത്തിയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നിട്ട് സങ്കടം താങ്ങാൻ കഴിയാത്ത തരത്തിൽ വേദനയുടെ നൊമ്പരത്തിന്റെ പടപ്പാട്ട് കെട്ടിപ്പിടിച്ചു ഖദീജ ഉമ്മയെ. എന്നെ ഒറ്റക്കാക്കിയിട്ട് പോകാണോ ഖദീജ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ റസൂലിന്റെ നബുവത്തിന്റെ കണ്ണിലൂടെ കണ്ണുനീർ ബാഷ്പകണങ്ങൾ ധാരധാരയായി ഒഴുകിയ ആ വല്ലാത്ത നൊമ്പരത്തിന്റെ രംഗം ഇളയ മകളായ ഫാത്തിമത്ത് സഹ്റ ബത്തുൽ റളിയല്ലാഹു തആല അൻഹക്ക്, ആ കുഞ്ഞുമോൾക്ക് 8 വയസ്സ് 9 വയസ്സ് മാത്രം പ്രായമുള്ള നേരത്താണ് ആ ഉമ്മയുടെ വേർപാട് നടക്കുന്നത്. വല്ലാത്ത രംഗമാണ്. ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്തിന് ശേഷം ഖദീജ ഉമ്മയുടെ മാല കയ്യിൽ പിടിച്ചുകൊണ്ട് കരയുന്നുണ്ട് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ റൂം കാണുമ്പോൾ പൊട്ടിക്കരയുന്നുണ്ട് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ വസ്ത്രം കാണുമ്പോൾ, ഡ്രസ്സ് കാണുമ്പോൾ കരയുന്നുണ്ട് ലോകത്തിന്റെ ഗുരുനാഥൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാത്ത നൊമ്പരത്തിന്റെ വേർപാടിന്റെ ആ ദുഃഖം തളം കെട്ടിക്കിടന്നു. 6 വർഷത്തെ ദുഃഖത്തിന്റെ വർഷം എന്ന് പോലും ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഖദീജ ഉമ്മയുടെ വേർപാടിൽ വല്ലാത്ത നൊമ്പരമാണ് അവിടുത്തെ നൊമ്പരം. വഫാത്തിന്റെ വേളയിൽ മടിയിൽ കിടന്നുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അല്ല പ്രിയപ്പെട്ട മുത്തു നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് പൊരുത്തപ്പെടണം. എന്തെങ്കിലും അവിവേകമായി സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പാക്കി തരണമെന്ന് പറഞ്ഞു മടിയിൽ കിടന്നുകൊണ്ട് വഫാത്തിന്റെ സെക്കൻഡുകൾക്ക് മുമ്പ് പറയുന്ന ഖദീജ ഉമ്മയോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരിച്ചിരി പോലും എന്തെങ്കിലും ആവശ്യപ്പെടേണ്ടി വരാത്ത തരത്തിൽ എനിക്കെല്ലാം കൊണ്ടുവന്നു തരുന്ന, എൻ്റെ ജീവിതത്തിന്റെ താങ്ങും തണലുമായി എല്ലാമായി എൻ്റെ കൂടെ നിന്ന എൻ്റെ പ്രിയപ്പെട്ട ഖദീജ, നിനക്ക് ഞാൻ എങ്ങനെ പൊരുത്തപ്പെട്ട്, എന്നോടത് പറയണ്ട, പൊരുത്തപ്പെട്ടുകാരാണോ, എന്തിനാണ് പൊരുത്തപ്പെടുന്നത്, ഞാൻ ഏറ്റവും വലിയ പൊരുത്തത്തിലും സ്നേഹത്തിലുമാണ് അന്നും ഇന്നും എന്ന് ഖദീജ ഉമ്മയോട് പറയുമ്പോൾ അവിടത്തോട് ഖദീജ ഉമ്മ പിന്നെ നടത്തുന്ന ഒരു വസിയത്തുണ്ട്. എന്താ വസിയത്ത്? ഞാൻ മരിച്ചാൽ എൻ്റെ ജനാസ നബിയെ അങ്ങ് കുളിപ്പിക്കണം എന്ന്. ആലോചിച്ചോക്കെ, ലോകത്തിന്റെ ഒരാൾക്കും കിട്ടാത്തൊരു സൗഭാഗ്യത്തിന്റെ വർത്താനല്ലേ. എൻ്റെ ജനാസ അവിടെ നിന്ന് കുളിപ്പിക്കണം. ഞാനും അവിടെ നിന്നും ഒരു വിരിപ്പിൽ കിടന്നുറങ്ങിയ നമ്മുടെ വിരിപ്പുണ്ടല്ലോ, അവിടുത്തെ വിരിപ്പിൽ എൻ്റെ ജനാസയെ കഫൻ ചെയ്യുമ്പോൾ ആ പുതപ്പ് എൻ്റെ കഫൻ തുണിയിൽ ചേർത്ത് വെക്കണം ഖബറിൽ എന്ന് ഖദീജ ഉമ്മയുടെ വസിയത്താണ്. എന്നെ അവസാനമായി ഖബറിലേക്ക് ഇറക്കി വെക്കേണ്ടത് അവിടുത്തെ മുബാറക്കായ കരങ്ങളിലൂടെയാണ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള വസിയത്ത് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ വേദനയുടെ നൊമ്പരത്തോടുകൂടെ അവിടെ നിന്ന് വഫാത്താവുകയാണ്.
ആ വഫാത്ത് നടന്നതാണ് റമദാൻ 10 എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും മഹത്വമുള്ള, പ്രപഞ്ച ലോകത്തെ ഏറ്റവും ബഹുമാനമുള്ള മാസത്തിന്റെ, അതും റഹ്മത്തിന്റെ, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ലാസ്റ്റ് മൂമെന്റിന്റെ ടൈമിലാണ് അവിടുത്തെ വഫാത്ത്. ആ മഹദീയവറുകളുടെ വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യത്ത് കുളിപ്പിച്ചു, മയ്യത്ത് കഫൻ ചെയ്തു, ദഫൻ ചെയ്തു, മറമാടി. പക്ഷേ മയ്യത്ത് നിസ്കരിച്ചില്ല എന്ന് ചരിത്രത്തിൽ കാണാം. എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ഉമ്മയുടെ മയ്യത്ത് നിസ്കരിക്കാത്ത എന്തുകൊണ്ടാണ്? അന്ന് മയ്യത്ത് നിസ്കാരം മശ്റൂആക്കപ്പെട്ടിട്ടില്ല, സ്റ്റാർട്ടിങ് തുടങ്ങുന്നില്ലേ ഉള്ളൂ. അന്ന് മയ്യത്ത് നിസ്കാരം ദീനിന്റെ നിയമമായിട്ടില്ലാത്ത കൊണ്ട് മയ്യത്ത് നിസ്കാരം ഉണ്ടായില്ല. അങ്ങനെ ജന്നത്തുൽ മുഅല്ല മക്കയിലെ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറടക്കം ചെയ്യുകയാണ്. ആ ഖബറടക്കം വല്ലാത്ത ഫീലിംഗ് ആണ്. ആ ഖബറിന്റെ ചാരത്ത് ഒരുപാട് സമയമിരുന്നു, തേങ്ങിക്കരഞ്ഞു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബദർ യുദ്ധം കഴിഞ്ഞ് എല്ലാവരും സന്തോഷിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ കരയുന്നുണ്ട്. സഹാബത്ത് ചോദിച്ചു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ വിജയിച്ചില്ല നബിയെ, നമുക്ക് സന്തോഷിക്കാൻ വകയില്ല നബിയെ, പിന്നെ എന്തുകൊണ്ടാണ് അങ്ങ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ ഖദീജ ഉമ്മയുടെ ഒരു മാലയുണ്ട്. അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ വേറെയാണ്. ഏതായിരുന്നാലും കയ്യിൽ കെട്ടിയ ആ മാല കണ്ടിട്ട് വല്ലാത്ത നൊമ്പരത്തിന്റെ തെങ്ങിക്കരച്ചിൽ. എത്രയോ കാലങ്ങൾക്ക് ശേഷവും പ്രിയപ്പെട്ടവരെ ആ വല്ലാത്ത ഓർമ്മയുടെ, ആ വല്ലാത്ത സ്നേഹത്തിന്റെ ഏറ്റവും വലിയ സന്തോഷങ്ങൾ നമുക്ക് കാണാൻ പറ്റുകയാണ്. ആ സന്തോഷങ്ങളൊക്കെ ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖദീജ ഉമ്മയോടുള്ള സ്നേഹത്തെക്കുറിച്ചുള്ള ഈ സംഭവങ്ങളൊക്കെ ഞങ്ങൾ അവിടുത്തെ അവസ്ഥയിലൂടെ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് അസൂയ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ആയാൽ കൊള്ളായിരുന്നു അല്ലാ എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. അത്ര വലിയ മഹദിയാണ് ഖദീജ ഉമ്മ റളിയല്ലാഹു തആല അൻഹ. ആ മഹദീയവറുകളുടെ വഫാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സ്നേഹം ഏറ്റവും കൂടുതൽ ക്യാച്ച് ചെയ്ത നമ്മുടെ ഉമ്മമാർ, നമ്മുടെ പെങ്ങന്മാർ, നമ്മുടെ ഭാര്യമാർ ആ ഖദീജ ഉമ്മയെപ്പോലെ നന്മകളിൽ കുറച്ച് കുറവ് വന്നാലും അമലുകളിൽ പോരായ്മകൾ സംഭവിച്ചാലും വഫാത്തായി കിടക്കുന്ന വേളയിൽ ഭർത്താവിന്റെ മനസ്സിൽ വല്ലാത്ത ഒരു ഇഷ്ടം, അല്ലാഹുവേ നല്ല പെണ്ണായിരുന്നു അല്ലാ എന്ന് തോന്നിയാൽ ദഖലൽ ജന്ന, ആ പെണ്ണ് സ്വർഗത്തിൽ അക്കാരണം കൊണ്ട് കടന്നു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു ഭർത്താവിന്റെ സ്നേഹം അത് നമ്മളുടെ ഭാര്യമാരും നമ്മുടെ പെങ്ങന്മാരും ഉമ്മമാരും പരമാവധി സ്വായത്തമാക്കേണ്ടതാണ്. അവർക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ സ്നേഹത്തോടെ സ്വർഗത്തിൽ പറ്റാനുള്ള മാർഗമുണ്ടോ എന്ന് നമ്മളും തിരിച്ച് സ്നേഹിച്ച് അവരോടൊപ്പം നമ്മൾ കൂടെ നിൽക്കണം എന്ന വലിയ സന്ദേശമാണ് ഈ മഹദിയായ ഖദീജ ഉമ്മയുടെ ജീവിതത്തിന്റെ സന്ദേശം. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി പ്രിയപ്പെട്ടവരെ ഇന്ന് കഴിയുമെങ്കിൽ അൽഹംദുലില്ലാഹ്, അള്ളാഹു ആഫിയത്ത് നാവിന് തന്നിട്ടുണ്ടെങ്കിൽ ഒരു ഫാത്തിഹ അല്ലെങ്കിൽ ഒരു യാസീൻ നിങ്ങൾ കമന്റിൽ വരണം. അൽഹംദുലില്ലാഹ് ഉസ്താദ് ഞാനൊരു ഫാത്തിഹ ഓതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഓതുന്നുണ്ട് എന്ന് പറയണം. അൽഹംദുലില്ലാഹ് നിർബന്ധമായി നമ്മൾ ഓതിയിട്ട് ആ ഉമ്മക്ക് വേണ്ടി ഹദിയ ചെയ്യണം. അങ്ങനെ ഹദിയ ചെയ്ത് അവിടത്തോടൊരു സ്നേഹം നമ്മുടെ നെഞ്ചകത്ത് വന്നാൽ അൽ മർഉ മഅ മൻ ഹബ്ബ, ഖദീജ ഉമ്മയുടെ കൂടെ നാളെ സ്വർഗത്തിൽ നിൽക്കാം. അതിനുള്ള ചാൻസ് ആകെയുള്ള ഓപ്ഷനാണ് സ്നേഹം വെച്ചാൽ മതി. ഖദീജ ഉമ്മ ആരുടെ കൂടെ ഉണ്ടാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ആ വലിയ സൗഭാഗ്യത്തിന് അള്ളാഹു അവസരം തുറക്കും. തീർച്ചയായും ദുആയിൽ വേണം നമ്മൾ പ്രത്യേകം പ്രിയപ്പെട്ടവരെ ഫാത്തിഹ യാസീനൊക്കെ ഓതി ദുആ എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദീജ ഉമ്മയുടെ കൂടെ സ്വർഗം പ്രാപിക്കാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദുആ ചെയ്യാൻ ഏൽപ്പിച്ച എല്ലാവരുടെ മുറാദും ഹാസിലാക്കട്ടെ. എല്ലാ വിഷമം അല്ലാഹു മാറ്റി തരട്ടെ. അൽഹംദുലില്ലാഹ്, ആമീൻ യാ റബ്ബൽ ആലമീൻ. അടുത്ത ഒരു വിജ്ഞാനവുമായി ഇൻഷാ അല്ലാഹ് കണ്ടുമുട്ടാം. അല്ലാഹു സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.